പക്ഷെ നമുക്ക് എല്ലാം നമ്മൾ ക്രിസ്മസ് ആ ഒരു പോർഷൻസിന് വേണ്ടിയിട്ട് ക്രിസ്മസ് എക്സാമിന് നിങ്ങളെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് അസസ് ചെയ്യും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമിനോടനുബന്ധിച്ച് നമുക്ക് ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സെറ്റ് ആവുകയാണ്. വർക്ക് എനർജി പവർ. അപ്പം മറ്റേത് നിങ്ങളെ ആ ഒരു ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ആ ചാപ്റ്റേഴ്സ് അങ്ങോട്ട് തീർക്കാം. എന്നിട്ട് അത് കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഓക്കെയാണ്, സെറ്റ് ആണെങ്കിൽ ലൈക്ക് അടിക്കൂ, സെറ്റ് ആണെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പൊ ക്രിസ്മസ് ആകുമ്പോഴേക്കും നമുക്ക് അങ്ങ് എല്ലാം അതിനകത്ത് ഏകദേശം ലെവലിലോട്ട് എത്തിക്കണം. മാത്രമല്ല ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് എനർജി പവർ. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാപ്റ്ററിനെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് എനർജി വരിക, അങ്ങനെ എനർജി വരുമ്പോഴാണ് പവർ ഉണ്ടാവുക. അല്ലേ നമുക്കൊരു വിലയുമില്ലാന്ന്, വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു വിലയുമില്ല, പവർ ഇല്ലെങ്കിൽ പിന്നെ എന്താ. അപ്പം ഇല്ലസ്ട്രേറ്റ് ദ കൺസർവേഷൻ ഓഫ്, ഇതാണ് ഈ ചാപ്റ്ററിനകത്തെ എല്ലാമായ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇല്ലസ്ട്രേറ്റ് ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ബോൾ ഓഫ് മാസ് എം ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് എച്ച്. അപ്പം മറ്റതിപ്പോ നിങ്ങൾ നോക്കണ്ട, ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സെഗ്മെന്റിലോട്ടൊന്ന് നോക്കുക, ഇത് മാത്രം. ഇല്ലസ്ട്രേറ്റ് ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, എനർജി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. കൺസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, സംരക്ഷിക്കുക. അപ്പം ഞാൻ കൺസർവേറ്റീവ് ആണ്, ചിലർ പറയും ഞാൻ ഭയങ്കര കൺസർവേറ്റീവ് ആണ് എന്നൊക്കെ. ഈ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പണം എടുത്തു വെക്കുക ആദ്യം ചെലവഴിക്കാത്ത ആളുകളെയാണ് കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പൊ ചിലർ പറയും അവര്, ഞാനിപ്പോ എന്നെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, ഞാൻ അതിനകത്ത് എന്താണ്, ഞാൻ അതിനെ കുറിച്ച് അതിനകത്ത് നമ്മൾ സാധാരണ ഒരു ലെവല് ഓവറും അല്ല, ഒരു മോഡറേറ്റ്. അപ്പൊ ചിലർ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംരക്ഷിക്കുക, എടുത്തു വെക്കുക, സൂക്ഷിക്കുക എന്നൊക്കെയാണ്. ഇല്ലസ്ട്രേറ്റ് ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ബോൾ ഓഫ് മാസ് എം ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് എച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബിൽഡിങ് എല്ലാവരും കണ്ടല്ലോ, ബിൽഡിങ് എല്ലാവരും കണ്ടു. ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മൾ ഒരാൾ നിൽക്കുന്നുണ്ട്, അതും എല്ലാവരും കണ്ടല്ലോ, കണ്ടു. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഒരു കല്ലിടുകയാണ്. ഓക്കെ, കല്ലിടുകയാണല്ലോ, ഇട്ടോട്ടെ. അപ്പൊ ബിൽഡിങ്ങിന്റെ കല്ല് എത്ര ദൂരം സഞ്ചരിക്കും, കല്ലിന്റെ ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, അതും ശരിയാണ്. അപ്പൊ കല്ല് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ കല്ല് ഇവിടെ എത്തുമല്ലോ, അതും സംശയമില്ല, അതും ശരി തന്നെയാണ്. ചിത്രം വരയ്ക്കാൻ ഇതാ ബിൽഡിംഗ് ആണിത്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കല്ലിടുകയാണ്, ഡ്രോപ്പ് ചെയ്യാണ്. അപ്പൊ ഈ കല്ല് റിലീസ് ചെയ്യാണ്, അപ്പൊ U0 ആണ്. പിന്നെ ബിൽഡിങ്ങിൽ നിന്ന് കല്ല് എന്ത് ചെയ്യും, കുറച്ച് ദൂരം കഴിഞ്ഞാൽ കല്ല് ഇത്രയും ദൂരം സഞ്ചരിക്കും, X ദൂരം സഞ്ചരിക്കും. അപ്പൊ ബിൽഡിങ്ങിന്റെ മൊത്തം ഹൈറ്റ് എച്ച് ആണ്. അപ്പൊ ഈ ഹൈറ്റ് എത്രയായിരിക്കും, ഇത് എച്ച് നിന്ന് X കുറച്ചാലുള്ള ബാക്കി ഹൈറ്റ്. അപ്പം അത് മനസ്സിലായി. പിന്നെ ഇവിടെ ഈ പോയിന്റ് എ ആണ്, അറ്റ് എ സൈറ്റ്. ഇത് അറ്റ് ബി ആണ്, ഇത് അറ്റ് സി ആണ്, അറ്റ് സി. അപ്പൊ ഇനി ബാക്കി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കല്ലിടുന്ന ആൾക്കുണ്ടല്ലോ, കല്ലിടുന്ന ആൾക്ക് ഒരു എനർജി ഇല്ല, കല്ലിടുന്ന സ്പീഡ് റിലീസ് ആക്കുക കേട്ടോ. അപ്പൊ അയാൾ എറിയാനൊന്നുള്ള എനർജി ആക്കില്ല, അയാൾ ആകെ അവിടെ പേടിച്ചാ നിൽക്കുന്നത്. അയാൾ അല്ലേല് അയാൾ തന്നെ വീഴൊന്ന് പേടിച്ചിട്ട് അവിടെ നിൽക്കുന്നത്. പിന്നെ എങ്ങനെ കല്ലെടുത്തെറിയ, അപ്പൊ അയാൾ കല്ല് ഇടുകയാണ് കേട്ടോ. കല്ല് U0 ആണ്. അപ്പൊ കല്ലിന്റെ ആദ്യത്തെ സ്പീഡ് എന്താണ്, 0 ആണ്. ഇനി ആ കല്ല് എന്ത് ചെയ്യും, സ്പീഡ് കൂടി വരും. അങ്ങനെ കല്ല് ഇവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മണ്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ തലയിനകത്ത് തലപൊട്ടും. അപ്പൊ അതിനകത്ത് സ്പീഡ് കൂടും, നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടുത്തെ സ്പീഡ് എന്താണ്, ഇവിടുത്തെ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ, അതിനാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിരുന്നത്, ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഫൈനൽ സ്പീഡ് എന്തായിരിക്കും നമുക്ക് കാണാം. നമുക്ക് എങ്ങനെ കാണാം, നമുക്ക് ഇവിടെ ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഇക്വേഷനിൽ കൊടുക്കാം. ഫൈനൽ സ്പീഡ് അപ്പൊ എന്ത് വരും, ഫൈനൽ സ്പീഡ് ഇതാ v² = u² + 2as എന്ന ഇക്വേഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫൈനലി ഉള്ള സ്പീഡാണ് നമുക്ക് കാണേണ്ടത്, v². ആദ്യം അതിന് സ്പീഡ് ഇല്ല, 0 ആണ്. 2 × g ആക്സിലറേഷൻ ആണ്, അത് ഭൂമി -g ആണ്. പിന്നെ എസ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്, ഈ കല്ല് മുകളിൽ നിന്ന് അതിനകത്ത് ദൂരം h ഹൈറ്റ് ആണ് സഞ്ചരിക്കുന്നത്, h ഹൈറ്റ് ആണ്. അപ്പൊ അതെന്താണ്, ഈ കല്ലിപ്പം നിൽക്കുന്ന സ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ അത് താഴേക്കാണ് പോകുന്നത്, മുകളിലോട്ടല്ല. അപ്പൊ താഴേക്കാണ് പോകുന്നത്. അപ്പൊ -h ആണ്, -h. അപ്പം താഴേക്കാണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. കാരണം കല്ല് നോക്കൂ, കല്ലിന് ഇവിടെയാണ് കല്ല് നിൽക്കുന്നത്. കല്ലിനി കുറച്ച് കഴിയുമ്പോൾ അടിയിലേക്ക് സ്ഥാനമാറ്റം ഇത്രയാണ്, സ്ഥാനമാറ്റം അടിയിലോട്ടാണ്. സ്ഥാനമാറ്റം അടിയിലോട്ടാവുമ്പോൾ -h ആണെന്നാണ് പറയാം.
അപ്പം ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് 2GH, മൈനസും മൈനസും പ്ലസ് ആയി 2GH ആയി. അപ്പൊ നമുക്കറിയാം ബി എന്താണ്, സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ √2GH ആണ്. അപ്പൊ അല്ലേലും ഒരു സാധനം മുകളിൽ നിട്ടാല് താഴെ എത്തുമ്പോൾ അതിന്റെ സ്പീഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഇടുക, 2 ഇടുക, ആക്സിലറേഷൻ G ഇടുക, ആ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുക, √2GH ആണ്. അപ്പൊ താഴെ എത്തുമ്പോൾ അതിന്റെ സ്പീഡ് √2GH ആണ് എന്ന് മനസ്സിലായിട്ടുള്ളവർ ലൈക്ക് അടിക്കൂ. താഴെ അതിന്റെ സ്പീഡ് √2GH ആണ്. അപ്പം ഇനി മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. താഴെ എത്തുമ്പോൾ അതിന്റെ സ്പീഡ് എന്താണ്, √2GH ആണ്. താഴെ സ്പീഡ് എന്താണ്, √2GH ആണ്. അപ്പൊ നമ്മുടെ ചിത്രത്തിലെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്, √2GH. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും അതിന്റെ എനർജി നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇടുന്ന കേസിനെ 1 എന്ന് പറയാ. ഇത് ഇവിടെ ഈ എക്സ് ദൂരം കവർ ചെയ്യുമ്പോൾ അതിൽ രണ്ടാമത്തെ സ്ഥലം ആണ് ആ പൊസിഷൻ. ഇത് നമ്മൾ ആദ്യത്തത് പോയിന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഇനി അങ്ങനെ ചെയ്താൽ മതി. ഇതാണ് ഇതിനകത്ത് എളുപ്പം. എക്സ് താഴെ H-X, ഇത് മനസ്സിലായി. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കറിയാം താഴെ എത്തുമ്പോൾ സ്പീഡ് എന്താണ്. മുകളിൽ നിന്ന് ഇട്ടാലും വേണ്ടിയില്ല, താഴെ എത്തുമ്പോൾ നമുക്കറിയാം നല്ല വേഗത ഉണ്ടാവും. അതുകൊണ്ടാണ് ക്രിക്കറ്റ് ബോള് ഹൈറ്റിലോട്ടൊക്കെ പോയ ബോള് ക്യാച്ച് ഫീൽഡർമാർ എന്ത് ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ കളികളൊക്കെ കാണുമ്പോൾ കാണാം, ആകാശത്തേക്ക് പോയിട്ട് പൊങ്ങി വരുന്ന ബോൾ ചിലപ്പോൾ ഡ്രോപ്പ് ആവും. കാരണം അതിന് ഭയങ്കര സ്പീഡായിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് തെറിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് √2GH ആണ് താഴെ എത്തുമ്പോൾ അതിന്റെ സ്പീഡ് നമുക്ക് മനസ്സിലായി. ഇതുവരെ ഓക്കെ ആണെങ്കിൽ ലൈക്കുകൾ വാരി വിതറൂ. ഇതുവരെ ഓക്കെ ആണെങ്കിൽ, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് പരീക്ഷ നമുക്കില്ല. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പോയിന്റ് കൊടുക്കേണ്ടത് എ എന്ന പോയിന്റ് ആണ്. ഇവിടെ ഈ ഒരു പോയിന്റിനെ നമ്മൾ കൊടുക്കേണ്ടത് ബി എന്ന പോയിന്റ് ആണ്. ഇതിനെ നമ്മൾ കൊടുക്കേണ്ടത് സി എന്ന പോയിന്റ് ആണ്. ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്കൂ. ഇതും അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്, സെറ്റ് ആണ്. ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ സെറ്റ് ആകുമ്പോൾ നിങ്ങൾ പരീക്ഷ സെറ്റ് ആവും. അപ്പൊ ഇതും മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അറ്റ് എ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ എനർജി നോക്കുക. അറ്റ് എ ടോട്ടൽ എനർജി എന്താ? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അപ്പം എല്ലാരും ഇങ്ങോട്ട് നോക്കുക. പൊട്ടൻഷ്യൽ എനർജി അല്ലേ ആണ്, പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ ആണ്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇത് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് താഴേക്ക് ഒന്ന് അടിച്ച്. ഇത് ആർക്കെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. അപ്പൊ അത് മനസ്സിലായി. അപ്പൊ നമുക്ക് എയിലെ ടോട്ടൽ എനർജി നോക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ, mgh ആണ്. m ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ആണ്. കല്ലിന്റെ മാസ്, ഭൂമിയുടെ ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, പിന്നെ ഹൈറ്റ് h. അത് എത്ര സ്ഥാനത്താണ് ഇരിക്കും. ഒരു തേങ്ങക്കുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാ, ആ തേങ്ങ എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ എനർജി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി, ഒരു തേങ്ങക്ക് എത്ര എനർജി ഉണ്ട് എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ തേങ്ങ നമുക്കറിയാം തെങ്ങിന്റെ മണ്ടയിലാണ്. അപ്പൊ തേങ്ങക്ക് എത്ര എനർജി ഉണ്ട് കൂട്ടാൻ, തെങ്ങ് എത്ര ഉയരത്തിലാന്ന് നോക്കാം. തെങ്ങ് ഒരു 100 മീറ്റർ ആണ്. തേങ്ങ ഒരു 10 കിലോ ഉണ്ട്. അപ്പൊ അതിന് എത്ര എനർജി ഉണ്ടാവും എന്നറിയോ, 10 ഇൻറ്റു മാസ്, mgh ആണ് അതിന്റെ എനർജി. തേങ്ങയുടെ മാസ് 10 കിലോ. ആക്സിലറേഷൻ നമുക്കറിയാം G എപ്പോഴും 9.8, ഏകദേശം 10 ആക്കി എടുക്കാം. ഹൈറ്റ് എത്രയാ, 100. അപ്പം 10 10 100 100 100 എത്രയാ, 10,000 ജൂളാണ് ആ തേങ്ങന്റെ എനർജി. മനസ്സിലായില്ലേ? അപ്പൊ ആ തേങ്ങ 10 കിലോ ഉള്ള തേങ്ങ 100 മീറ്റർ ആയിട്ട് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആലോചിക്കണ്ട. അതാണ് 10,000 ജൂള്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾ എന്താ വിചാരിച്ചു, ഉയരത്തിൽ ഇരിക്കുന്നവന്മാർക്ക് ആ ഉയരം കൊണ്ട് ഒരു എനർജി കിട്ടും. ഒന്നും ചെയ്യണ്ട, ഉയരത്തിൽ ഇരുന്ന് എത്തിയാൽ മതി. ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു എനർജിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഉയരത്തിൽ ഇരിക്കുന്നതുകൊണ്ടുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ mgh നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ mgh ഉണ്ട്. പ്ലസ് അവിടെ കൈനറ്റിക് എനർജി ഉണ്ടോ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ വേഗത ഉള്ള വസ്തുക്കൾക്കാണ്.
അവിടെ അയാൾക്ക് തന്നെ കല്ലിടാനുള്ള എനർജി ഇല്ല. കല്ല് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക, കല്ലിന് സ്പീഡ് ഇല്ല. ആ ഒരു പോയിന്റിൽ കല്ലിന് സ്പീഡില്ല. കല്ല് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് സ്പീഡ് വരുന്നത്. ആ ഇടുന്ന പോയിന്റിൽ കല്ലിന് സ്പീഡ് ഒന്നുമില്ല, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അപ്പൊ കൈനറ്റിക് എനർജി അവിടെ എന്താണ്? 0 ആണ്. അപ്പൊ ടോട്ടൽ എനർജി എന്തെന്നെയാണ്? mgh തന്നെയാണ്. ഇത് മനസ്സിലായവർ ലൈക്കുകൾ വാരി വിതറൂ. അപ്പൊ എനർജി, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വസ്തുക്കൾക്ക്, നിങ്ങൾ ഒരു കാർ വന്നിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് തെറിച്ച് നിങ്ങൾ അങ്ങോട്ട് അപ്പൊ കാർ വന്നിടിക്കുമ്പോൾ കാറിന് എന്തുണ്ട്? എനർജി ഉണ്ട്. അതെന്തുകൊണ്ട്? അതിന്റെ സ്പീഡ് ഉണ്ടാ. കാറ് അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് കാറ് വെറുതെ നിൽക്കുന്ന ഒരു കാറ് അതിനകത്ത് എന്തെങ്കിലും സംഭവിക്കും? എന്തെങ്കിലും സംഭവിക്കുന്ന എനർജിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന് സ്പീഡ് ഇല്ലെങ്കിൽ കാർ എങ്ങനെ ഇടിക്കോ? ഇല്ല, അതിന് എനർജി ഇല്ല. അപ്പൊ ഈ ചലിക്കുന്ന വസ്തുക്കൾക്കാണ് കൈനറ്റിക് എനർജി, ഉയരത്തിൽ നിൽക്കുന്ന വസ്തുക്കൾക്കാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പം mgh എ കേസ് കഴിഞ്ഞു. ഇനി അറ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഇനി നമുക്ക് വേണ്ടത് അറ്റ് സി നമുക്ക് നോക്കാം. സിയിൽ എന്താ സംഭവിക്കുന്നത്? അറ്റ് സി എന്താ? അറ്റ് സിയിൽ അതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ അത് താഴെ എത്തി, അതിന് ഹൈറ്റ് ഇല്ല. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഹൈറ്റ് ഉണ്ടെങ്കിൽ ഉയരത്തിലുള്ളവർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഹൈറ്റ് ഇല്ല, അപ്പൊ ഹൈറ്റ് 0 ആയതുകൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു ഹൈറ്റ് 0, അപ്പൊ 0 ആണ്. ഹൈറ്റ് 0 ആയതുകൊണ്ട് അതിന് താഴെ എത്തിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. താഴെ എത്തിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി 0. അപ്പം താഴെയും എന്താണ്? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ്? ടോട്ടൽ എനർജി എല്ലായിടത്തും പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. അപ്പൊ താഴെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്, ഹൈറ്റ് ഇല്ല. പക്ഷെ താഴെ എത്തുമ്പോൾ അതിന് ഭയങ്കര സ്പീഡാണ്. സ്പീഡ് കാരണം ആ മുകളിലുള്ള പൊട്ടൻഷ്യൽ എനർജി മൊത്തം എന്തായിട്ടുണ്ട്? കൈനറ്റിക് എനർജി ആയി മാറിയിട്ടുണ്ട്. അപ്പൊ താഴെ എത്തുമ്പോൾ ഇത്രയാണ് അതിന്റെ സ്പീഡ്. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണെന്നറിയോ? ഹാഫ് എം ഇൻറ്റു അതിന്റെ സ്പീഡിന്റെ സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ ആണ് എന്നറിയുന്നവർ ലൈക്ക് അടിക്കൂ. ഓടുന്ന വസ്തുവിന്റെ എനർജി ഹാഫ് mv സ്ക്വയർ ആണ്. നിൽക്കുന്ന വസ്തുവിന്റെ എനർജി ഉയരത്തിലാണെങ്കിൽ mgh ആണ്. അപ്പൊ ഹാഫ് mv സ്ക്വയറിൽ നിങ്ങൾ ഇനി സൂം ചെയ്യുക ഏരിയ ഒന്ന് കാണുന്നില്ലെങ്കിൽ, അപ്പൊ ഇവിടെ ടോട്ടൽ എനർജി എന്ത് വരും അറിയോ? ഹാഫ്, മറ്റേ 0 ആയി പോയില്ലേ, ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വി എന്താ? √2gh ആണ്. താഴെ എത്തുമ്പോഴുള്ള സ്പീഡ് നമ്മൾ പറഞ്ഞിരുന്നു √2gh ആണ്. അപ്പൊ √2gh ആണ് എന്ത്? വെലോസിറ്റി. അതിന്റെ v സ്ക്വയർ ആണ്, അപ്പൊ അതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ റൂട്ടും സ്ക്വയറും എന്താവും? ക്യാൻസൽ ആവും. അവര് ഭയങ്കര ശത്രുക്കളാ. റൂട്ട് എവിടെ വന്നോ സ്ക്വയർ തമ്മിൽ അടിച്ചു പിരിയും. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh അല്ലേ? 2 മുകളിലും താഴെയും കട്ടായില്ലേ? അപ്പോഴും എനർജി എന്താ? mgh തന്നെ അല്ലേ? താഴെ എത്തുമ്പോഴും എനർജി mgh തന്നെയാണെന്ന് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. അപ്പം അതിനകത്ത് മനസ്സിലാവാത്തവർ ഡിസ്ലൈക്ക് അടിക്കൂ. അതായത് താഴെ എങ്ങനെയാണ് നോക്കൂ. താഴെ എത്തുമ്പോൾ സി പോയിന്റിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് ഇല്ല, അത് നിലത്തെത്തി. അപ്പൊ ഇനി അതിന് പൊട്ടൻഷ്യൽ എനർജി ഇല്ല, അപ്പൊ 0. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി എങ്ങനെയാ കാണാം? ഹാഫ് ഇൻറ്റു അതിന്റെ മാസ് ഇൻറ്റു അതിന്റെ സ്പീഡാണ്. സ്പീഡ് നമ്മൾ താഴെ പറഞ്ഞിട്ടുണ്ട് √2gh ആണ്. √2gh mv സ്ക്വയർ ആണ്, മനസ്സിലായില്ലേ? ഹാഫ് എം വിന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ വിന്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് അതിന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ റൂട്ടിന്റെ സ്ക്വയർ തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പൊ വരിക ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എന്ത് വരും? 2gh എന്ന് വരും. അപ്പൊ ഈ 2 ഈ അടിയിൽ 2 ക്യാൻസൽ ആയി. അപ്പൊ ബാക്കി എന്താ? എമ്മും ജിയും എച്ചും അല്ലേ? അപ്പം ടോട്ടൽ എനർജി എന്തെന്നെയാണ്? ടോട്ടൽ പൊട്ടൻഷ്യൽ ഇല്ല. കൈനറ്റിക് നമ്മൾ കൊടുത്തു നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്നത് mgh തന്നെയാണ്. അപ്പം താഴെ എത്തുമ്പോഴും എന്താണ് എനർജി? mgh ആണ്. മുകളിലും എന്തെന്നെയായിരുന്നു? mgh ആയിരുന്നു. മുകളിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, mgh ആണ്. അപ്പൊ നമ്മൾ താഴെ എത്തുമ്പോഴും mgh ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കേസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മൂന്നാമത്തെ കേസാണ്. മൂന്നാമത്തെ കേസിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. അപ്പം മൂന്നാമത്തെ കേസിൽ സംഭവിക്കുന്നത്, മൂന്നാമത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഇത് എക്സ് ആണ്, അങ്ങനെയെങ്കിൽ ഇത് h മൈനസ് എക്സ്. അപ്പൊ ഈ ഒരു വസ്തു എന്ത് ചെയ്യൂ? എക്സ് ദൂരം സഞ്ചരിച്ചു.
അപ്പോൾ എക്സ് ദൂരം സഞ്ചരിച്ചാൽ അതിന്റെ സ്പീഡ് എന്താണ്? സ്പീഡ് എന്താണ്? എച്ച് ദൂരം സഞ്ചരിച്ചാൽ അതിന്റെ സ്പീഡ് √2gh. എക്സ് ദൂരം സഞ്ചരിച്ചാൽ എന്താ? √2gx ആണ് വരിക അതിന്റെ സ്പീഡ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ സ്പീഡ് എന്താണ്? √2gx ആണ്. അവിടെ ഉള്ള ഹൈറ്റ് നമ്മൾ പറഞ്ഞു mgh-x ആണ്. അപ്പൊ നമുക്ക് അറ്റ് സിയിൽ നമുക്ക് അറ്റ് ബിയിൽ ടോട്ടൽ എനർജി നോക്കാം. ടോട്ടൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജി അല്ല പൊട്ടൻഷ്യൽ എനർജി ആദ്യം കാണാം, പ്ലസ് കൈനറ്റിക് എനർജി എഴുതിക്കോളൂ. നമ്മൾ ആ ഓർഡർ അങ്ങോട്ട് തെറ്റിക്കണ്ട. പൊട്ടൻഷ്യൽ എനർജി എന്താ? പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും താഴേക്ക് എത്ര ഉയരുണ്ട് നോക്കിയിട്ടാണ് പൊട്ടൻഷ്യൽ എനർജി കണക്കൂട്ടുക. അപ്പൊ താഴേക്ക് നമ്മൾ h-x ആക്കിയിട്ടുണ്ട്. അപ്പൊ mg ഇൻറ്റു h-x ആണ് ഹൈറ്റ് അവിടെ. പ്ലസ് കൈനറ്റിക് എനർജി എങ്ങനെയാ നോക്കുക? ഹാഫ് ഇൻറ്റു m ഇൻറ്റു v² ആണ്. v അവിടെ എന്താ? √2gx ആണ്. അതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയർ റൂട്ടും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇനി എന്തൊക്കെ വരും ഇവിടെ? ഇത് കൂട്ടി നോക്കിയാ mg ഉണ്ട്, mgh ഇതിനെ ഉള്ളിലേക്ക് കുടിക്കുക, രണ്ടിനും ബാധകമാണ് mg. അപ്പൊ mgh മൈനസ് mgx വരും. പിന്നെ റൂട്ടും ഈ സ്ക്വയറും ക്യാൻസൽ ചെയ്തല്ലോ, അവിടെ പിന്നെ എന്താ ഉള്ളത്? ഹാഫ് ഇൻറ്റു m ഇൻറ്റു 2gx എന്നുണ്ട്. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോകും, മുകളിലും താഴെ ആയതുകൊണ്ട്. ഇനി എഴുതിയ ബാക്കി എന്താ? mgh ഉണ്ട്, മൈനസ് mgx ഉണ്ട്, പ്ലസ് mgx ഉണ്ട്. അപ്പൊ ഈ മൈനസ് mgxും ഒരു സാധനം മൈനസും അതേ സാധനം പ്ലസും ആയ കട്ട് ചെയ്ത് പോകും. അപ്പൊ ബാക്കി mgh തന്നെയാണ്. അപ്പൊ എല്ലായിടത്തും ടോട്ടൽ എനർജി എന്ത് തന്നെയാണ്? mgh തന്നെയാണ്. അപ്പൊ ടോട്ടൽ എനർജി മാറുന്നില്ല. ഇതാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. വീഴുന്ന ഒരു വസ്തുവിന്റെ എനർജി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ഓക്കെ ആണ് എന്നുള്ളവർ ലൈക്ക് അടിക്കൂ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒന്നുകൂടി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം, വളരെ സിമ്പിൾ ആക്കിയിട്ട് ഇതിനകത്ത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ഇത് ആദ്യം കവർ ചെയ്യുന്ന ഹൈറ്റ് നമ്മൾ എക്സ് എടുത്തു. അപ്പൊ ടോട്ടൽ എച്ചും ഇത് എക്സും ആണെങ്കിൽ ബാക്കി നമ്മൾ h-x എടുത്തു. ഈ ദൂരം എന്ത് ചെയ്തു? h-x എടുത്തു. അപ്പൊ ഇനി നമുക്കറിയാം സ്പീഡുകൾ. ഇതിനെ എ പോയിന്റ് എന്ന് കൊടുക്കാം, ഇതിനെ നമ്മൾ ഈ ഒരു പോയിന്റിനെ ബി പോയിന്റ് എന്ന് കൊടുക്കാം, ഇതിനെ താഴെ എത്തുമ്പോൾ സി പോയിന്റ് എന്ന് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് കാണേണ്ടത് സ്പീഡാണ്. ഇവിടുത്തെ സ്പീഡ് നമുക്കറിയാം √2gh ആണ്. ഇവിടുത്തെ സ്പീഡ് നമുക്കറിയാം √2gx ആണ്. അല്ലെ, ഇവിടെ √2gh ആണ് ഇവിടുത്തെ സ്പീഡ്. എത്ര ഹൈറ്റ് അത് കവർ ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ്, എത്ര ഹൈ സ്പീഡ് അത് കവർ ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ്. അപ്പം ഇവിടെ ഇത് സ്പീഡ് വരിക, ഇത് ഹൈറ്റ് h കവർ ചെയ്തെത്തി, അപ്പൊ അതിന്റെ സ്പീഡ് √2gh. ഇത് എക്സ് ആണ് കവർ ചെയ്തത്, അപ്പം √2gx. ഓക്കെ, അപ്പം ഇതിനകത്ത് നിന്നും ഇനി നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഇതിനകത്ത് ഇടയ്ക്ക് എന്താ ഇങ്ങനെ ഒരു ലൈറ്റ് അടിക്കുന്ന, ഇതിനകത്ത് ആരും ജോയിൻ ആവുന്നുണ്ടല്ലോ. അപ്പൊ ഇനി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ ഓരോ പോയിന്റിൽ നോക്കുക. അറ്റ് എ ടോട്ടൽ എനർജി എഴുതുക. ടോട്ടൽ എനർജി എന്താ? നമുക്ക് ഇവിടുന്ന് മുകളിൽ ചെയ്യാം. അറ്റ് എ ടോട്ടൽ എനർജി എന്താ? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ നമ്മൾ ഓർഡർ തെറ്റിക്കണ്ടല്ലോ, ആദ്യം പൊട്ടൻഷ്യൽ എനർജി ചെയ്ത് എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളെ ഓർഡർ തെറ്റിക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് എഴുതുന്നത്. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്താ? മുകളിൽ ഫുൾ ഹൈറ്റിലാണ് ഇരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് mgh ആണ്. പക്ഷെ അവിടെ സ്പീഡ് ഇല്ലല്ലോ, അപ്പൊ ഹാഫ് ഇൻറ്റു m ഇൻറ്റു സ്പീഡ് 0 ആണ്. കൈനറ്റിക് എനർജി നിങ്ങൾ ഹാഫ് mv² എന്ന് തന്നെ എഴുതിക്കോളൂ. എന്നിട്ട് മുകളിൽ ഹൈറ്റ് mgh എഴുതുക, പ്ലസ് ഹാഫ് ഇൻറ്റു m ഇൻറ്റു 0² എന്ന് എഴുതുക. അപ്പൊ ആ ടേം 0 ആയി. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ഒന്നാമത്തെ കേസ് എയില് mgh ആണ്, ടോട്ടൽ എനർജി mgh അറ്റ് എ. ഇനി അറ്റ് ബി നമുക്ക് ഇവിടെ ചെയ്യാം. അറ്റ് ബി ചെയ്തോളൂ. അറ്റ് ബിയിൽ എന്താ വരിക? ടോട്ടൽ എനർജി അപ്പോഴും എന്ത് തന്നെയാണ്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അപ്പോഴും ടോട്ടൽ അവിടെ എന്താ? ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി അവിടെ എന്താ?
അവിടെ എത്ര ഹൈറ്റിലാണ് നോക്കുക, അവിടെ ഈ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ, എം ജി ഇൻറ്റു ആ ഹൈറ്റ് പ്ലസ് കൈനറ്റിക് എനർജി എന്താ, അവിടുത്തെ ഹാഫ് എം ബി സ്ക്വയർ കൊടുക്കുക, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ബി സ്ക്വയർ അവിടെ എന്താ √2 gx ആണ് അതിന്റെ സ്ക്വയർ. അപ്പൊ √2 സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ വരിക എം ജി, ഈ എം ജി എച്ച് മൈനസ് എക്സ് ബ്രാക്കറ്റ് ഇത് രണ്ടിനും ബാധകമാണ്. അപ്പൊ നിങ്ങൾ ആരോ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിന് ഉള്ളിലേക്ക് എടുക്കുക, എം ജി എച്ചിനെ കൊണ്ട് ഗുണിക്കുക, പിന്നെ മൈനസ് എം ജി എക്സിനെ കൊണ്ട് ഗുണിക്കുക, പ്ലസ് ഹാഫ് എം റൂട്ട് വരുമ്പോൾ ഹാഫ് എം ഇൻറ്റു റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോയി 2gx എന്ന് വരും. ഇനി 2 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എം ജി എക്സ് വരും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതുക, എം ജി എച്ച് മൈനസ് എം ജി എക്സ് പ്ലസ് എം ജി എക്സ്. അപ്പൊ മൈനസും പ്ലസും എന്താവും, ഒരേ സാധനത്തിന് വന്നാൽ കട്ട് ചെയ്ത് പോകും. അപ്പൊ ആൻസർ ടോട്ടൽ എനർജി എന്താണ്, എം ജി എച്ച് ആണ്. ടോട്ടൽ എനർജി എന്താണ്, എം ജി എച്ച്. അപ്പൊ ഇതുവരെ നിങ്ങൾ അതിനകത്ത് എഴുതി വെക്കൂ. ഇതുവരെ ഇതിപ്പോ നമുക്ക് ബിയിൽ നമ്മൾ അറ്റ് ബി അറ്റ് എ അത് എഴുതൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം എഴുതൂ, ഇല്ലസ്ട്രേറ്റ് ദ കൺസർവേഷൻ ഓഫ്, ഈ ക്വസ്റ്റ്യൻ എഴുതൂ. എഴുതി കഴിഞ്ഞോ ക്വസ്റ്റ്യൻ? ഇല്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഈ ചാപ്റ്ററില്ല, ഈ അതിനകത്ത് പബ്ലിക് എക്സാമിന് ഒരുപാട് തവണ, അത് 3 മാർക്കിനാണ്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഇതിനകത്ത് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ എങ്ങനെ സ്പീഡ് എങ്ങനെയാവുന്നു എന്നുള്ളതിന് വേണമെങ്കിൽ അതിന്റെ സൈഡിൽ ഇത് വേണമെങ്കിൽ എഴുതി വെക്കാം. സ്പീഡ് എപ്പോഴും √TGH ആവുന്നത് ഇത് കൊണ്ടാണ്. അതിനകത്ത് അപ്പം ഇത് നിങ്ങൾ അതിനകത്ത് ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാലേ നിങ്ങൾ ഇതാണ് മെയിൻ എഴുതേണ്ടത്. ഈ ചിത്രം വരച്ചിട്ട് ഇവിടെ ഉള്ളത് എഴുതും. എക്സും എച്ച് മൈനസ് എക്സും മാറണ്ട കേട്ടോ. ആദ്യത്തെ എക്സ് ആണ് നല്ലത്, എങ്ങനെ ചെയ്താലും കിട്ടും. ഇത് എക്സ് ആക്കി എടുത്താൽ അത് എച്ച് മൈനസ് എക്സ്. പക്ഷെ ഇതിനേക്കാളും എളുപ്പത്തിൽ കുറച്ചുകൂടി ഇതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഓരോന്നായിട്ട് എഴുതുക. അറ്റ് എ ടോട്ടൽ എനർജി ഈക്വൽ ടു, ടോട്ടൽ എനർജി അവിടെ എഴുതുന്നില്ല, അവിടെ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അപ്പം എം ജി എച്ച് പ്ലസ് ഹാഫ് എം ബി സ്ക്വയർ. അപ്പം ഈ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആണ്. ഇതിനകത്ത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാട്ടോ, ഒന്ന് സൂം ചെയ്താൽ മതി. അപ്പൊ ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോയിരുന്നില്ലേ? ഓക്കെ, ഞാനത് ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോയിരുന്നപ്പോ നിങ്ങൾ ഇത് ലെഫ്റ്റ് ആയി പോയെന്ന്. സോറി. ഇതിനകത്ത് നിങ്ങൾ മൊബൈൽ സൂം ചെയ്യുക. ഇതില്ലാണ്ട് പരീക്ഷ നടക്കൂല കേട്ടോ, അപ്പൊ ഇത് നിങ്ങളെ ഇതിനകത്ത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞവർ ലൈക്ക് അടിക്കും. ഇല്ല, കുറെ ഉണ്ടാവുമല്ലോ അല്ലെ. എഴുതാത്തവർ ഡിസ്ലൈക്ക് അടിക്കും. ഇനി നിങ്ങൾ ലാസ്റ്റ് എഴുതുക അറ്റ് സി. അപ്പൊ നമുക്ക് എന്താണ് അടുത്തത്, എന്താണ് അറ്റ് സി. അപ്പം അടുത്ത അതിനകത്ത് അറ്റ് സി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതാം. അറ്റ് ലാസ്റ്റ് പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ നിലത്തെത്തി. അപ്പൊ എച്ച് 0 ആണ്. വെലോസിറ്റി എന്താണ് അവിടെ, √2gh ആണ് താഴെ. അപ്പൊ നമ്മൾ ടോട്ടൽ എനർജി വീണ്ടും കൊടുക്കുക. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, ടോട്ടൽ എനർജി എന്നാണ് ENERGY. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ താഴെ എത്തുമ്പോൾ ഹൈറ്റ് ഇല്ല, ഹൈറ്റ് 0 ആണ്. അപ്പൊ mg × 0. കൈനറ്റിക് എനർജി എന്താണ്, ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ആണ്. അപ്പൊ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ സ്പീഡ് താഴെ എത്തുമ്പോൾ അത്രയും ഹൈറ്റ് കവർ ചെയ്തുകൊണ്ട് എന്റെ സ്പീഡ് √2gh ആണ്. സ്ക്വയർ അടിക്കും. അപ്പൊ അത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ അവിടെ 0 പ്ലസ് എം ഇൻറ്റു 2 ക്യാൻസൽ ചെയ്ത് എന്ത് വരും, ഹാഫ് എം ഇൻറ്റു അവിടെ √2 സ്ക്വയറും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 2gh എന്ന് വരും. ഈ 2ഉം വെട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് തന്നെയായി മാറും, ടോട്ടൽ എനർജി എന്ത് തന്നെയാണ്, mgh തന്നെയാണ്. അപ്പൊ ഇതെന്ന് നിങ്ങൾ എഴുതി വെക്കുക. അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ദ ജേർണി, ടോട്ടൽ എനർജി
അതിനെ മെക്കാനിക്കൽ എനർജി എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പൊ ടോട്ടൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എന്നൊക്കെ ചോദിച്ചാലും എന്താണ്, സെയിം ആണ്. മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ്, മനസ്സിലായില്ലേ? അപ്പൊ എല്ലായിടത്തും അതിന്റെ എനർജി എന്ത് എം ജി എച്ച് തന്നെയാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ല, കൈനറ്റിക് എനർജി ഉണ്ട്. പക്ഷെ അത് ആ എനർജിയുടെ വാല്യൂ എത്രയാണ്? ഇപ്പൊ മുകളിൽ അതിന് 1000 ജൂൾ ആണെങ്കിൽ താഴെ അതിന് നടുക്കെത്തുമ്പോഴും അതിന്റെ ടോട്ടൽ എനർജി 1000 ജൂൾ തന്നെയാണ്. പക്ഷെ അവിടെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി മാറിയിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി താഴെ എത്തുമ്പോഴും എന്താണ്, അത് ഫുൾ കൈനറ്റിക് എനർജി ആയി. മുകളിലെത്തുമ്പോൾ ഫുൾ പൊട്ടൻഷ്യൽ എനർജിയാണ്, താഴെ എത്തുമ്പോൾ ഫുൾ കൈനറ്റിക് എനർജിയാണ്. നടുക്കെത്തുമ്പോൾ രണ്ടോടി മിക്സ് ആണ്. കാരണം കുറച്ച് മുകളിലാണ്, അപ്പൊ കൈനറ്റിക് എനർജി ഉണ്ട്, ചലിച്ചു വന്നിട്ടുണ്ട്, സ്പീഡും ഉണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി ഉണ്ട്, എന്നാലും ഉയരത്തിലാണ്. അപ്പൊ ഈ പോയിന്റിൽ രണ്ടും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. പക്ഷെ ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അപ്പം ഇത് അറ്റ് ആൾ പോയിന്റ്സ് ഓഫ് ദ ജേർണി എന്ന് പറഞ്ഞിട്ട് അവസാനം എഴുതേണ്ടത് ടോട്ടൽ എനർജി ഈസ് കൺസർവ്ഡ്. നിങ്ങൾ മിക്ക സ്റ്റുഡൻസിനും സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവരൊക്കെ ഈ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോഴും അതൊക്കെ ആകുമ്പോൾ ഓക്കെ 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 ഒക്കെ ഭയങ്കര, പക്ഷെ എക്സാം ഹാളിൽ തനിയെ ഇതങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞുണ്ടല്ലോ പലയിടത്ത് സ്റ്റെക്ക് വരും. ആ സ്റ്റെക്ക് വരില്ല. ഇതിനകത്ത് കണ്ടിന്യൂസ് കൃത്യമായി മനസ്സിലാക്കി ഇതിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞ് ഇത് വീണ്ടും വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് തവണ ചെയ്യണം. നമ്മളൊരു ചാപ്റ്റർ ഒക്കെ വായിക്കുമ്പോൾ അതൊരു 10, 15, 20 പഠിക്കാൻ വേണ്ടി ശരിക്കും ബുദ്ധിയല്ല, നല്ല ക്ഷമയുണ്ടെങ്കിൽ അതിനകത്ത് ബുദ്ധി ഓട്ടോമാറ്റിക്കലി കയറി വരും. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞവർ ലൈക്ക് അടിക്കൂ. അപ്പൊ ആരും എഴുതാത്തുണ്ടോ? ആരെങ്കിലും എഴുതാത്തുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, എഴുതിയല്ലോ. അപ്പൊ ഇതാണ് ഇതിനകത്ത് എത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓൾവേസ് കൺസർവ്ഡ്. അപ്പൊ ഒന്നുമില്ല, ഒരു ബിൽഡിങ് ഈ ഹൈറ്റിന് എന്ത് കൊടുക്കുക, എക്സ് കൊടുക്കുക. അപ്പൊ ഇതെന്താവും, എച്ച് മൈനസ് എക്സ് ആവും. ഇത് ടോട്ടൽ എച്ച് ആവും. ഇനി നമുക്കറിയാം ഇവിടുത്തെ സ്പീഡ് 0 കൊടുക്കുക. ഇത് എക്സ് ഇത് എവിടെയാണ്, അപ്പൊ ഇത് എക്സ്. അപ്പൊ ഈ എക്സ് ഇവിടെ എന്ത് കൊടുക്കുക, സ്പീഡ് √2gx കൊടുക്കുക. ഇവിടെ സ്പീഡ് എന്ത് കൊടുക്കുക, √2gh കൊടുക്കുക. ആ ഹൈറ്റ്, മുകളിലുള്ള ഹൈറ്റ് നോക്കിയിട്ടാണ് സ്പീഡ് വരിക. അപ്പം ഇനി അതിനകത്ത് ചുമ്മാ കൊടുത്ത് നോക്കുക, എൽ എന്താണ്, അറ്റ് എ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. മുകളിൽ സ്പീഡ് ഇല്ല, 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ, സിമ്പിൾ. ടോട്ടൽ എനർജി എന്താണ്, mgh. അത് ശരിയായി, അത്രയേ ഉള്ളൂ അവിടെ. ഇനി ബിയിൽ നോക്കുക, ഇനി ബി പോയിന്റിൽ നോക്കുക. ബി പോയിന്റിൽ എന്താണ്, ബി പോയിന്റിലും എന്താണ്, നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുക. അവിടെ എന്തൊക്കെയുണ്ട്, mgh കൊടുക്കുമ്പോൾ അവിടെ ഹൈറ്റ്, പക്ഷേ എന്താണ്, ഫുൾ ഹൈറ്റ് അല്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫുൾ ഹൈറ്റിന് കവർ ചെയ്യാണ്ട്, പക്ഷെ ഇവിടെ ഈ ഇത്രയും ഹൈറ്റിലാണ് ആ വസ്തു നിൽക്കുന്നത്, ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ഹൈറ്റ് ഉണ്ട്, ഈ ഹൈറ്റാണ് അവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കേസ് പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയറിന് അവിടെ √2gx കൊടുക്കുക. അപ്പൊ രണ്ടാമത്തെ കേസിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ mgh ചെയ്ത ആദ്യം, മൈനസ് mgx ചെയ്ത, പ്ലസ് mgx ചെയ്ത. ഈ മൈനസും മൈനസും എന്ത് ചെയ്യണം, വെട്ടി പോകണം. അപ്പൊ mgh തന്നെയാണ്. ഇനി അറ്റ് സിയിൽ നിങ്ങൾ എന്ത് കൊടുക്കുക, അറ്റ് സിയിൽ വീണ്ടും എഴുതുക, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, 0. കൈനറ്റിക് എനർജി എന്ത് തന്നെയാ വരിക, mgh തന്നെയാണ് വരിക. അപ്പൊ ടോട്ടൽ എന്ത് തന്നെയാണ്, mgh തന്നെയാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ ചിത്രം വെച്ചിട്ട് മുകളിൽ എന്താണ്, mgh ആണ്. താഴെ എന്താ, നടുക്ക് എന്താ, mgh ഉണ്ട്, ഒരു പ്ലസ് mgx ഉണ്ട്, ഒരു മൈനസ് mgx ഉണ്ട്. ഇത് വെട്ടിപ്പോയ mgh തന്നെ വരും. ഇനി താഴെ എന്താ, താഴെ mgh ഇല്ല, പ്ലസ് അവിടെ എന്താ വരിക, അത് അടുത്തത് mgh തന്നെ വരിക. ഇവിടെ ഇത് 0, ഇത് ഇവിടെ mgh തന്നെ വരും. അപ്പൊ മൊത്തത്തിൽ നോക്കണേ എല്ലായിടത്തും mgh. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ ഈ ഡെറിവേഷൻ. ചിത്രം വരയ്ക്കാൻ ഇതാ ബിൽഡിംഗ് ആണിത്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കല്ലിടുകയാണ്, ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ കല്ല് റിലീസ് ചെയ്യാണ്. അപ്പോൾ u0 ആണ്. പിന്നെ ബിൽഡിങ്ങിൽ നിന്ന് കല്ല് എന്ത് ചെയ്യും, കുറച്ച് ദൂരം കഴിഞ്ഞാൽ കല്ല് ഇത്രയും ദൂരം സഞ്ചരിക്കും, x ദൂരം സഞ്ചരിക്കും. അപ്പൊ ബിൽഡിങ്ങിന്റെ മൊത്തം ഹൈറ്റ് h ആണ്. അപ്പൊ ഈ ഹൈറ്റ് എത്രയായിരിക്കും, ഇത് h നിന്ന് x കുറച്ചാലുള്ള ബാക്കി ഹൈറ്റ്. അപ്പം അത് മനസ്സിലായി.
പിന്നെ ഇവിടെ ഈ പോയിന്റ് എ ആണ്, അറ്റ് എ സൈറ്റിൽ. ഇത് അറ്റ് ബി ആണ്, ഇത് അറ്റ് സി ആണ്, അറ്റ് സി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഡയഗ്രാം. ഇനി ടോട്ടൽ എല്ലായിടത്തും ഇങ്ങനെ എഴുതി വെക്കാം, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇവിടെ എഴുതി വെക്കാം, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇവിടെ എഴുതി വെക്കാം, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇവിടെ എന്ത് കൊടുക്കുക, പൊട്ടൻഷ്യൽ എനർജി അല്ലേ, അത് മാത്രമേ ഉള്ളൂ. എം ജി എച്ച് പ്ലസ് 0 എന്ന് കൊടുക്കാം, ഈസ് ഈക്വൽ ടു എം ജി എച്ച്. താഴെ എന്താ, ഇവിടെ താഴെ നിങ്ങൾ എക്കോ അടിക്കണ്ടല്ലേ, താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇല്ലല്ലോ, അത് താഴത്തേക്ക് എത്തിയില്ലേ. അപ്പൊ ബാക്കി ഇവിടെ എം ജി എച്ച് അടിക്കുക, എന്നിട്ട് എം ജി എച്ച് എന്ന് എഴുതാം. അപ്പൊ ആദ്യം മുകളിൽ ഫസ്റ്റ് എം ജി എച്ച് വരും, മറ്റത് 0. താഴെ രണ്ടാമത് എം ജി എച്ച് വരും, 0 മറിച്ച് എഴുതാം, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ എന്താ എഴുതേണ്ടത്, ഇവിടെ എം ജി എച്ച് വരും, പിന്നെ ഒരു എം ജി എക്സ് വരും, ഒരു മൈനസ് എം ജി എക്സ് വരും. അപ്പൊ അതും എം ജി എച്ച് തന്നെയാണ്. അപ്പം ഇതിന്റെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അധികം എക്സ്ട്രാ എഴുതാണ്ടാവും. ഇവിടെ എന്തുണ്ടാവും, ഇവിടെയും അങ്ങനെ നിങ്ങൾ ഇതിനകത്ത് സിമ്പിൾ ആക്കിയിട്ടുള്ള ഡെറിവേഷൻ ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഓരോ സ്റ്റെപ്പിന്റെ ചെയ്താനുള്ളത് ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് ടോട്ടൽ എനർജി. ഇപ്പം ഇത് എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ, കൈനറ്റിക് എനർജിയിൽ നിങ്ങൾ v² ഇവിടെ കൊടുക്കണം, ഇവിടെ v എഴുതണം. ഇത് v√2gx ആണ് ഇവിടുത്തെ സ്പീഡ് √2gh ആണ്, അതാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി 0 ഇല്ലല്ലോ, സ്പീഡ് ഇല്ല, അപ്പൊ കൈനറ്റിക് എനർജി 0. ഇവിടെ എന്തുകൊണ്ട് അത് വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ സ്റ്റെപ്പ് നമ്മളെ ചുരുക്കി ഇങ്ങനെ എഴുതിയതാണ്. പക്ഷെ ഇതിന്റെ മുന്നേ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇതിന്റെ മുന്നുള്ള സ്റ്റെപ്പ് എന്താ പറയുക, ഇവിടെ ഈ ഹൈറ്റിലല്ലേ നിൽക്കുന്നത്. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് ആണ് ആ ഹൈറ്റ്, പ്ലസ് കൈനറ്റിക് എനർജി എന്താ, ഹാഫ് എം ഇൻറ്റു അവിടുത്തെ സ്പീഡ് √2gx². അതിനെയാണ് നമ്മൾ എന്താക്കിയത്, എം ജി എച്ച് മൈനസ് എം ജി എക്സ് പ്ലസ് ഇത് എന്ത് കിട്ടും, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് എം ജി എക്സ് കിട്ടും. അപ്പൊ അത് എം ജി എച്ച് ആയി. പിന്നെ ഇവിടുത്തെ സ്പീഡ്, താഴത്തെ സ്പീഡിനെ നമ്മൾ അവിടെ എന്താക്കിയിട്ടുണ്ട്, അവിടെ ഒരു സ്റ്റെപ്പ് അതിനകത്ത് എക്സ്ട്രാ. പിന്നെ താഴത്തെ സ്പീഡിൽ നമ്മൾ എന്താ, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു അവിടുത്തെ സ്പീഡ് √2gh ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ കൊടുത്താൽ അപ്പൊ അതാണ് എം ജി എച്ച് ആവുന്നത്. അപ്പൊ അതെന്താവും, 0 പ്ലസ് എം ജി എച്ച്. അപ്പൊ അതും എം ജി എച്ച്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ. ഇത് സിമ്പിൾ ആണ് എന്നുള്ളവർ ലൈക്ക് അടിക്കൂ. അല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ ഡിസ്ലൈക്ക് അടിക്കൂ. സിമ്പിൾ ആണ് എന്നുള്ളവർ ലൈക്ക് അടിക്കൂ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ ഡിസ്ലൈക്ക് അടിക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ, അങ്ങനെയെങ്കിൽ അങ്ങനെ പാടില്ലല്ലോ, ബുദ്ധിമുട്ടാവാൻ പാടില്ല. ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഹൈറ്റ് എച്ച്, ഈ കല്ല് ഇത്രയും ദൂരം സഞ്ചരിക്കും എക്സ്, അപ്പൊ ഇത് എച്ച് മൈനസ് എക്സ്. ഇത് സിമ്പിൾ അല്ലേ, ഇതിന് എ കൊടുക്കുക. അപ്പൊ കല്ലിട്ടല്ലേ, അവിടുത്തെ സ്പീഡ് 0. ഇത് കല്ല് ഇവിടെ എക്സ് ദൂരം സഞ്ചരിച്ചില്ലേ, അപ്പൊ സ്പീഡ് എന്താണ്, √2gx ആണ്. ഇത് ടോട്ടൽ ഹൈറ്റ് സഞ്ചരിച്ച് വരില്ലേ ഇവിടെ നിലത്തെത്തുമ്പോൾ. അപ്പൊ അത് അറ്റ് ബി ആണ് കേട്ടോ, ഇത് അറ്റ് ബി. ഇത് ടോട്ടൽ സഞ്ചരിച്ചത് എച്ച് സഞ്ചരിച്ച് വരികയാണ്. അപ്പൊ അവിടെ സ്പീഡ് √2gh ആണ് വരിക അറ്റ് സി. ഇനി നമുക്ക് ഇത് എഴുതാൻ അറിയില്ലല്ലോ. ടോട്ടൽ എനർജി സമം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പിന്നെ ടോട്ടൽ എനർജി സമം പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജി സമം പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക്. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ എളുപ്പമാണല്ലേ? ഇനി ഫസ്റ്റത്തെ ഫുൾ ഹൈറ്റിലല്ലേ, അപ്പൊ അതിന് ഫുൾ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അവിടെ സ്പീഡ് ഇല്ലല്ലോ, സ്പീഡ് 0 ആണ്. അപ്പൊ കൈനറ്റിക് എനർജി ഇല്ല. അപ്പൊ അത് എം ജി എച്ച് ആണ് മുകളില്. അപ്പൊ വളരെ സിമ്പിൾ അല്ലേ, എം ജി എച്ച് മുകളിലാണ് എന്നുള്ളവർ ലൈക്ക് അതിനകത്ത് പറയൂ. എം ജി എച്ച് മുകളിൽ വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ ആണെങ്കിൽ പറയൂ. ഇത്രയും മുകളിൽ എം ജി എച്ച് എന്ന് മനസ്സിലായില്ലേ, സിമ്പിൾ അല്ലേ? ഇനി താഴെ നോക്കുക. താഴെ ഇതിന് ഫുൾ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, അത് ഫുള്ള് നിലത്തെത്തിയില്ലേ. ഇതിനകത്ത് താഴെ എത്തിയില്ലേ, താഴെ അതിന്റെ കൈനറ്റിക് എനർജി എന്താണ്, ഹാഫ് എം ബി സ്ക്വയറിൽ ഈ സ്പീഡ് കൊടുക്കുക, അത്രേ ഉള്ളൂ. കൈനറ്റിക് എനർജി ആണ്, അതിന് സ്പീഡാണ് ഫുൾ ഉള്ളത്. അതിന്റെ സ്പീഡ് എന്താണ്, √2gh, അതിന്റെ സ്ക്വയർ കൊടുക്കുക. അപ്പൊ അത് എം ജി എച്ച് തന്നെ വരിക, 0 പ്ലസ് MGH തന്നെയാണ്. അതായത് മുകളിൽ MGH പ്ലസ് 0,
താഴെ 0 പ്ലസ് എം ജി എച്ച്. ഇത് രണ്ടും ഭയങ്കര എളുപ്പമല്ലേ? ഇത് രണ്ടും ഭയങ്കര എളുപ്പമല്ലേ? ഇത് എളുപ്പമാണെന്നുള്ളവർ ലൈക്ക് അടിക്കൂ. ഇത് എളുപ്പമാണെന്നുള്ളവർ. ഇനി ഇവിടെ മാത്രം പ്രശ്നം വരുള്ളൂ. ഇവിടെ നിങ്ങൾ അവിടെ ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്, ഇത്രയും ഉയരത്താണ് നിൽക്കുന്നത്. എച്ച് മൈനസ് ഐ എക്സ് ഹൈറ്റിലാണ് ഇപ്പം ഈ രണ്ടാമത്തെ ഇവിടെ എത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ? പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ നോക്കുക? അതിന്റെ നിലത്തു നിന്നുള്ള ഹൈറ്റ് എത്രയാണെന്നാ നോക്കുക. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? എം ജി എച്ച് ആണ്, കാരണം നിലത്തുനിന്ന് ഹൈറ്റ് എച്ച് ഉണ്ട്. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താ? ഇനി എത്ര ഹൈറ്റ് നിലത്തിട്ടുണ്ട്? എച്ച് മൈനസ് എക്സ്. അപ്പൊ അതാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി. എം ജി ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് എച്ച് മൈനസ് എക്സ് ആണ്. പ്ലസ് കൈനറ്റിക് എനർജി നോക്കണം, അവിടുത്തെ സ്പീഡ് നോക്കണം. അപ്പൊ പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു സ്പീഡ് വി എന്താണ്? √2g(x) ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ ഇത് കട്ട് ചെയ്ത് പോയി. പിന്നെ ഈ 2, അപ്പൊ റൂട്ട് ക്യാൻസൽ ആയി പോയി ഈ സ്ക്വയറും തമ്മിൽ. പിന്നെ 2 വെട്ടിപ്പോയി. അപ്പൊ എം ജി എക്സ് അപ്പൊ ഇങ്ങനെ ഉണ്ടാവും, എം ജി എച്ച് മൈനസ് എക്സ് പ്ലസ് അവിടെ എം ജി എക്സ്. ഇനി ഇതിനെങ്ങോട്ട് ഗുണിക്കുക? എം ജി എച്ച് മൈനസ് എന്ത് വരും? എം ജി എക്സ് പ്ലസ് എം ജി എക്സ്. അപ്പം എം ജി എച്ച് ഇത് രണ്ടും കട്ട് ചെയ്ത് പോയ എം ജി എച്ച്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റൂലേ? ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മാർക്ക് വാങ്ങിക്കൂലേ? എന്തായാലും 3 മാർക്ക് വാങ്ങിക്കൂലേ? ഓക്കെ, വാങ്ങിക്കണം, കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകുമ്പോൾ ഇതിനകത്ത് വീണ്ടും അപ്പൊ എത്ര വർഷം ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഇതിനകത്ത് മാർച്ച് 2025 കേട്ടോ. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള, ഞാനടുത്ത് എഴുതിയിട്ടില്ല. ഓക്കെ, അതിനകത്ത് ഏറ്റവും റീസെന്റ് 2025 എങ്ങാണ് ചോദിച്ചാണിത്. ഓക്കെ, 2025 ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കഴിഞ്ഞ മാർച്ച് 2025 അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 2022 ചോദിച്ചു. ജൂൺ 2022. പിന്നെ അതിനകത്ത് സെപ്റ്റംബർ 2021 ചോദിച്ചു. പിന്നെ ഇല്ല, അപ്പൊ ആ 3 വർഷങ്ങളിലാണ് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് പബ്ലിക് എക്സാമിന് 3 വർഷം. ഇനി സേക്കും മോഡലിനും ഒക്കെ ചോദിച്ചത് അതിനകത്ത് നെക്സ്റ്റ് ഞാൻ പറയാം. പക്ഷെ എനിവേ ഇത്രയാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ ഡയറക്റ്റ് അടുത്ത വർഷവും ഇതുപോലെ തന്നെ ചോദിക്കാം. പിന്നെ ഇനി ഇതിനകത്ത് പവർ എന്താണ് എന്നുള്ളതാണ്. ഡിഫൈൻ പവർ. പവറിന്റെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. ഒരാൾ ഒരു വർക്ക് എത്ര സമയത്തിനുള്ളിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരാൾ ഒരു വർക്ക് പെട്ടെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് പവർ കൂടുതലാണ്. എന്നാൽ ഒരുപാട് സമയം എടുത്താണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് പവർ ഇല്ല. അത് നമ്മൾ സിമ്പിൾ ലോജിക് അല്ലേ? ഒരാൾ ഒരു വർക്ക് പെട്ടെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര പവറാണ്. അല്ല, മെല്ലെയാണ് അതിനകത്ത് ഒരുപാട് ടൈമാണ് എടുക്കുന്നതെങ്കിൽ അയാൾ വർക്ക് സെയിം തന്നെ, പക്ഷെ അയാൾ കുറെ സമയം എടുത്തിട്ടാണെങ്കിൽ അയാൾക്ക് പവർ കുറവാണ് അല്ലേ? അത് നിങ്ങളുടെ ലോജിക്ക് തന്നെയല്ലേ? അത് എത്ര സമയത്തിനുള്ളിൽ എത്ര വർക്ക് ചെയ്യുന്നു, അതാണ് പവർ. മനസ്സിലായോ? അപ്പം ഇസ് എ റേറ്റ് ഓഫ് വർക്ക് ഡൺ. വർക്ക് ചെയ്യുന്നതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ എത്ര വർക്കാണ് ചെയ്യുന്നത്, റേറ്റ് ആണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ഡെഫിനേഷൻ എഴുതാം. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താ വരിക? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. വർക്ക് എങ്ങനെ കാണുക? ഫോഴ്സ്, എത്ര ബലം കൊടുത്തു. ഇപ്പൊ നിങ്ങളൊരു വസ്തുവിനെ തള്ളുകയാണ്. അപ്പം നിങ്ങൾ എത്ര ബലം കൊടുത്തു, ആ വസ്തു എത്ര പോയി, അതാണ് വർക്ക്. വർക്ക് എങ്ങനെ കാണാൻ? നിങ്ങൾ എത്ര ബലം കൊടുത്തു. ഇപ്പൊ ഒരു 5 ന്യൂട്ടൺ കൊടുത്ത് തള്ളി, വസ്തു ഒരു 10 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്ത വർക്ക് എത്രയാണെന്നറിയോ? 50 ജൂളാണ്. അപ്പൊ വർക്ക് എങ്ങനെ കാണല്? വർക്ക് നിങ്ങൾ കൊടുത്ത ബലം, ഫോഴ്സിനെ ആ വസ്തു എത്ര മൂവ് ചെയ്തു, ആ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഗുണിക്കാം. അത് എത്ര സമയമെടുത്തു അതിനെ. ഒരാൾ സ്പീഡിൽ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പവർ കൂടുതലാണ് അയാൾക്ക്. ഒരാൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് അതിനെ ഉന്തി അവിടെ എത്തിച്ചിട്ടില്ലെങ്കിൽ അയാൾ ടൈം ഒരുപാടുണ്ട്. ടൈം കൂടിയാൽ ഇവിടെ കുറയും, കാരണം ടൈം അടിയിലാണ്. ടൈം കൂടുന്തോറും പവർ കുറയും. അപ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എങ്ങനെ വരിക? ഫോഴ്സ് ന്യൂട്ടൺ ആണ്. അപ്പൊ വർക്കിൻ്റെത് ജൂളാണ്. ജൂൾ പെർ സെക്കൻഡ് എന്നാണ് വരിക. ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് എന്നാണ് അതിന്റെ പേര്. ജൂൾ പെർ സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ? ഇനി ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരിക? വർക്കിന്റെ ഡയമെൻഷൻ ഫോഴ്സിന്റെ ഇങ്ങനെയാണ്. ഫോഴ്സിന്റെ നമുക്കറിയാം MLT⁻⁻² ആണ്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ L ആണ്. ടൈം T ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് അതിന്റെ ഡയമെൻഷൻ വരിക. ML²T മൈനസ്, ഇവിടെ ഈ T -3, ഈ T മേലെ കയറും. അപ്പൊ ML²T -3 എന്നാവും. ML²T -3 എന്നാവും. ML²T -3. ഓക്കെ, അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു
വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ബൈ ടൈം. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം, യൂണിറ്റ് നോക്കുമ്പോൾ നിങ്ങൾ എഴുതുക യൂണിറ്റ് ഈസിക്കൽ ടു എന്താണ്? ഫോഴ്സിന് ന്യൂട്ടൺ ആണ്. നമ്മൾ ബലം ന്യൂട്ടണിലാണ് അളക്കുക, ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിലാണ് അളക്കുക, ബൈ ടൈം ആണ്. അപ്പൊ ന്യൂട്ടൺ മീറ്ററിന് പകരം നമ്മൾ ജൂൾ എന്ന് പറയാറുണ്ട്. വർക്കിന് എന്താ പറയാ? എനർജിയാണ്, ജൂൾ ആണ്. ജൂൾ പെർ ടൈം. ടൈമിന് നമ്മൾ എന്താ പറയാ? ടൈം സെക്കൻഡ് ആണല്ലോ, സെക്കൻഡ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് എന്നാണ് എന്ത്? പവറിൻ്റെത്. പവറിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ്. അതിനെ വാട്ട് എന്നും പറയാറുണ്ട്. ഒറ്റയടിക്ക് പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. ഇത്ര വാട്ട് ബൾബ്, ഇത്ര വാട്ട് ബൾബ് എന്നൊക്കെ പറയാറുണ്ട്. പവറിന്റെ എന്താണ്? വാട്ടാണ്. ഈ ഡയമെൻഷൻ ചോദിച്ചാൽ എന്താ കാണാം? ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ കാണാം. വർക്ക് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജിയുടെ എന്താണെന്നറിയോ? ഫോഴ്സിന്റെ നിങ്ങൾക്കറിയാം, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ ആണ്. എം. ആക്സിലറേഷൻ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, LT - 2 ആണ്. അപ്പൊ ഫോഴ്സിൻ്റെത് MLT - 2 ആണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് ആണ്. ടൈം ആണ്, ടൈം താഴെ. അപ്പൊ ഈ ലെങ്ത്തും കൂടി എന്താവും അറിയോ? ML² ആവും. T - 2 വരും. അടിയിൽ T മേലേക്ക് വരുമ്പോൾ എന്താവും? T-1 ആവും. അപ്പൊ ML² T-3 ആണ് പവറിന്റെ ഡയമെൻഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക അതിനകത്ത്. പവറിന്റെ ഇനി പവറിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ഇത് എഴുതിക്കോളൂ. പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. ഇത്രയും സിമ്പിൾ ആക്കി എഴുതിയാൽ പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ചെയ്യുന്ന റേറ്റ്. ഇത്രയും എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. പവറിന്റെ ഡെഫിനിഷൻ ആദ്യം എഴുതി. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ എഴുതുക: ഡിഫൈൻ പവർ, റേറ്റ് ഇറ്റ്സ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ഇത് എഴുതിയല്ലോ, ഇത് എഴുതിയില്ലേ? ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ പവറിന്റെ ഡെഫിനിഷൻ ഇതാണ്: പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. വർക്ക് ചെയ്യുന്ന റേറ്റ്, ഒരാൾ എത്ര സമയത്തിനുള്ളിലാണ് വർക്ക് ചെയ്തത് എന്നുള്ള റേറ്റ്. പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഡൺ. വർക്ക് ഈസ് ഡൺ. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോവുക? ഇത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങോട്ട് മൂവ് ചെയ്യൂ, ഇങ്ങോട്ട് മൂവ് ചെയ്യൂ. ഇത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കിട്ടോ. ഇത് എഴുതി കഴിഞ്ഞോ? പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. എത്ര സമയത്തിനുള്ളിലാണ് വർക്ക്, മലയാളത്തിൽ എഴുതിച്ചുള്ളൂ, എത്ര സമയത്തിനുള്ളിലാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെയാണ് പവർ എന്ന് പറയുന്നത്. എത്ര സമയത്തിനുള്ളിലാണ് വർക്ക് ചെയ്യുന്നത്, എത്ര സമയമെടുത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വർക്ക് ബൈ ടൈം. അപ്പൊ ഇനി ഇവിടുന്ന് എഴുതാ ഇത്. എവിടെ ഇത്? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. എന്നിട്ട് ബാക്കി ഇങ്ങനെ എഴുതുക. ഫോഴ്സ്, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന്റെ യൂണിറ്റ് കാണൽ ഇങ്ങനെയാണ്. യൂണിറ്റ് കാണാൻ ഇത്രയാണ്, വാട്ടാണ് അതിന്റെ യൂണിറ്റ്. അപ്പൊ അത് ഇങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ഇതൊന്നും എഴുതേണ്ട, നിങ്ങൾ പവറിന്റെ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. അവസാനം ഉള്ളത് മാത്രം എഴുതിയാലും യൂണിറ്റ് എന്താണ്? വാട്ടാണ് കേട്ടോ. യൂണിറ്റ് വാട്ടാണ്. ഈ ഡയമെൻഷൻ എന്താണ്? ML² T-3. പക്ഷെ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഡയമെൻഷൻ ഇങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ ഉള്ളത്.